നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രംരാജ്. ചെങ്കടലിൽ യമൻ വിമത സംഘമായ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുവാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച സംയുക്ത നാവികസേനാ ദൗത്യത്തിന് തിരിച്ചടിയായി സഖ്യകക്ഷികളുടെ വിമുഖത. യൂറോപ്യൻ യൂണിയനിലെ സഖ്യരാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ദൗത്യത്തിൽ നിന്ന് അകലം പാലിച്ചിരിക്കുകയാണ്. തങ്ങൾ ഇതിന്റെ ഭാഗമല്ലെന്ന് അറിയിച്ചുകൊണ്ട് ഇറ്റലിയും സ്പെയിനും പരസ്യ പ്രസ്താവനയും ഇറക്കിയിരുന്നു. 20ഓളം അംഗരാജ്യങ്ങളുള്ള സംയുക്ത സുരക്ഷാ സംഘമാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയന് നേതൃത്വം നൽകുന്നത്. ചെങ്കടലിൽ സുഗമമായ ചരക്ക് നീക്കം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. എന്നാൽ ഈ പറഞ്ഞ 20 രാജ്യങ്ങളിൽ പകുതി രാജ്യങ്ങൾ പോലും ഈ നീക്കത്തോട് അനുഭവം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടില്ല. അമേരിക്ക നേതൃത്വം നൽകുന്ന ഈ നീക്കത്തിനൊപ്പം നിൽക്കുവാൻ രാജ്യങ്ങൾ തയ്യാറാകാത്തതിന് കാരണം ഗസയിൽ നടക്കുന്ന ഹമാസ് ഇസ്രായേൽ സംഘർഷമാണ്. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക സ്വീകരിച്ച നിലപാടിൽ 21,000 പാലസ്തീൻ പൗരന്മാർ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചതായാണ് കണക്ക്. ബ്രിട്ടൻ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന ഭയം യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. നവംബർ 19 മുതൽ ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം ആരംഭിച്ചിരുന്നു. ഇതുവരെ ഏകദേശം 12 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെ നാവികസേനകൾ പ്രത്യാക്രമണം നടത്തി. ഹൂതികളുടെ ഡ്രോണുകളും മിസൈലുകളും ഇവർ വെടിവെച്ചിട്ടു. ആഗോളതലത്തിൽ കപ്പൽ മാർഗം നടക്കുന്ന ചരക്ക് നീക്കങ്ങളുടെ 12% നടക്കുന്ന സൂയസ് കനാലിലേക്ക് പ്രവേശിക്കുന്നത് ചെങ്കടലിലൂടെയാണ്. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ നടക്കുന്ന ചരക്ക് നീക്കങ്ങളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന കടലിടുക്കാണ് സൂയസ് കനാൽ. 20 രാജ്യങ്ങളിൽ 12 രാജ്യങ്ങൾ മാത്രമാണ് സംയുക്ത നീക്കത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. യൂറോപ്യൻ യൂണിയൻ അനുകൂലമായി സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിലും പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇറ്റലി ഒരു യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് അയക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അമേരിക്കയുടെ സംയുക്ത നീക്കത്തിന്റെ ഭാഗമായല്ല. ഇറ്റാലിയൻ ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണെന്നാണ് ഇറ്റലി അറിയിക്കുന്നത്. ചെങ്കടലിൽ സുഗമമായ ചരക്ക് നീക്കം സാധ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഫ്രാൻസും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്രഞ്ച് യുദ്ധക്കപ്പലുകൾ നിയന്ത്രിക്കുന്നത് ഫ്രാൻസ് തന്നെയായിരിക്കുമെന്നും അവർ അറിയിക്കുന്നു. സംയുക്ത സുരക്ഷാ നീക്കമായ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയന്റെ ഭാഗമാകില്ല എന്ന് സ്പെയിൻ അറിയിച്ചു. സൗദി അറേബ്യയും UAEയും സംയുക്ത നീക്കത്തിൽ താൽപ്പര്യമില്ല എന്നറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയ്ക്ക് അമേരിക്കയുമായി യോജിപ്പാണെങ്കിലും സംയുക്ത നീക്കത്തിന്റെ ഭാഗമായാൽ തങ്ങൾ വേട്ടയാടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് സുരക്ഷിതമായ അകലം പാലിക്കാനാണ് സാധ്യത. മാനുഷിക പരിഗണന മുൻനിർത്തി ഗസയിൽ വെടിനിർത്തൽ വേണമെന്ന് ബൈഡൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് യഥേഷ്ടം ആയുധങ്ങൾ നൽകുകയാണ് അമേരിക്ക. ഡിസംബർ 9-ന് $10.6 കോടി വില വരുന്ന 14,000 ടാങ്ക് ഷെല്ലുകൾ നൽകാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അംഗീകാരം നൽകിയിരുന്നു. ഈ ഷെല്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട ഫ്യൂസുകൾ, ചാർജറുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളാണ് പുതിയതായി നൽകുന്നത്. കേവലം $14.7 കോടി ഇടപാടാണിത്. ഇസ്രായേലിന്റെ സുരക്ഷ അമേരിക്കയെ സംബന്ധിച്ച് പ്രധാനമാണെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണെന്നും അമേരിക്കൻ പ്രതിരോധ ഏജൻസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. എന്നാൽ ഇതിനെതിരെ ശക്തമായ വിയോജിപ്പാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുന്നത്. ഇതോടെ ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണ് അമേരിക്ക. ആയുധങ്ങൾ കൈമാറേണ്ടിയിരുന്നില്ല എന്ന അവസ്ഥയിലായി ബൈഡൻ. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ തങ്ങൾ ഒന്നടങ്കം മുന്നിട്ടിറങ്ങുമെന്ന മുന്നറിയിപ്പ് കൂടി മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതെല്ലാമാണ് അമേരിക്കയെ വലച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ എന്തു മാർഗവും സ്വീകരിക്കുമെന്ന അവസ്ഥയിലാണ് അമേരിക്ക. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 21,672 56,165 പേർക്ക് പരിക്കേറ്റു. ഇതിനിടെ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് ആരോപിച്ച് ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി യുദ്ധക്കുറ്റ ഹർജി ദക്ഷിണാഫ്രിക്കയിൽ ഫയൽ ചെയ്തു. ഇസ്രായേലിന്റെ കൊളോണിയൽ അധിനിവേശത്തിനും വംശവിവേചന ഭരണത്തിനും കീഴിൽ പാലസ്തീനികൾ ദുരിതമനുഭവിക്കുകയാണെന്നും കൂടുതൽ അപകടങ്ങളിൽ നിന്നവരെ സംരക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദക്ഷിണാഫ്രിക്കയുടെ ഹർജി. പാലസ്തീൻ ജനതയെ സംരക്ഷിക്കാൻ കോടതി ഉടൻ നടപടിയെടുക്കണമെന്നും വംശഹത്യ അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെടണമെന്നും ഹർജിയിൽ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെടുന്നതായി ICJ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ചോദ്യം ചെയ്യുവാനുള്ള ദക്ഷിണാഫ്രിക്കൻ സർക്കാർ തീരുമാനത്തെ പാലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തിരുന്നു. നന്ദി, നമസ്കാരം.